ഹലോ, ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മഹലിൽ പൂരം നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ്. നമ്മളെ പഞ്ചായത്തിൽ എവിടെയും പൂരം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാൻ എങ്ങനെയായാലും അവിടെ എത്തും. അങ്ങനെ പൂരപ്പറമ്പിൽ എത്തിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് പൂരത്തിന്റെ 4ാമത്തെ ദിവസം ആയതുകൊണ്ടാണ് പരിപാടിയൊന്നുമില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് പൂരപ്പറമ്പ് മൊത്തം ഞങ്ങൾ കറങ്ങി. പെട്ടെന്ന് സ്റ്റേജിലതാ കുറച്ച് ചേച്ചിമാർ കയറിക്കുന്നു. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോന്നാവോ. ഒരു സ്റ്റേജിൽ കയറി 2 ഫോട്ടോ എടുത്തിട്ട് ഓല പണിയാക്കിട്ടാണ് പോയി. പിന്നെ നമ്മൾ പൂരപ്പറമ്പ് മൊത്തത്തിലൊന്നാണ്ട് വീശിച്ചു. അതാ നമ്മളെ ലാലിവിടെ നേരത്തെ കാലത്ത് എത്തിക്കണു. എവിടെ കുട്ടികളുണ്ടോ അവിടെ ഉണ്ടോ. അപ്പൊ നമ്മളെ നിഷാൻ കടല വാങ്ങി തരാന്ന് പറഞ്ഞു. എന്നിട്ടോ 2 കടല പൊതിയ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. തിന്നാനാണെങ്കിൽ 10 ആളുണ്ട്. സ്റ്റേജിൽ ചേച്ചിമാര് പിന്നെയും കയറിക്കുന്നു. ഇവര് ഫോട്ടോ എടുക്കാൻ കയറിയാണ്. എന്നിട്ട് നമ്മളെ പൊട്ടന്മാരാക്കാൻ ഇവർക്ക് ഒരു തിരുവാതിര മാർഗങ്ങളൊക്കെ കളിച്ചൂടെ. കലയെ പ്രേമിക്കുന്ന നിഷാനാണെങ്കിൽ ഇവിടെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ആകെ ബോറടിച്ചിരിക്കുകയാണ്. വന്നത് വെറുതെ ആയിന്നൊക്കെ തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ മറ്റൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നത്. ഓന്റെ കയ്യിൽ ഒരു ലൈസ് ഉണ്ട്. അത് കുറച്ച് തേര് വെച്ചപ്പോൾ അരിന്ന് കത്തി കിടക്കണ മാതിരി ലൈസ് എടുത്ത് തരുന്നത്. ലൈസ് കൈ കിട്ടേണ്ട പണിയുള്ളൂ. ലാലത് ഫുള്ള് തിന്നു തീർത്തു. അവിടെ ഒരു ഭാഗ്യമില്ലാത്ത പോലെ. പിന്നെ നമ്മൾ പുറത്തു പോയിട്ട് ഒരു വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടെ പടക്കം പൊട്ടണോ. അതും ലാസ്റ്റ് പടക്കം. അതും കാണാനുള്ള ഭാഗ്യം. എന്താണെന്ന് അറിയില്ല, എന്നൊരു ഭാഗ്യമില്ലാത്ത ദിവസമാണ്. എല്ലാം കഴിയുമ്പോഴാണ് നമ്മളവിടെ പടച്ചോന്റെ കുതിരത്തോണ്ട് ഒരു ചെങ്ങായ സ്റ്റേജിൽ നിന്ന് പാടുന്നുണ്ട്. ഓൻ പാടുന്നത് പാട്ടാണ് കവിതയാണെന്നുള്ളത് ഓനിക്ക് മാത്രമല്ല. ഓന്റെ കവിത കേട്ടിട്ട് നിഷാനും ഓന്റെ ഫാനായി മാറിയിരിക്കും. അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്നൊക്കെ പറയും. ഓന്റെ പാട്ട് കഴിഞ്ഞപ്പോ നല്ല 4 കുട്ടികൾ വന്നിട്ട് നല്ല ഡാൻസ് തന്നെ കളിച്ചു. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് വേണമെങ്കിൽ പറയാം. വന്നീന് അതേലാണ്ട് കാര്യം കിട്ടി. അല്ലാതെ എന്താ ആ പരിപാടി കഴിഞ്ഞപ്പോ നമ്മൾ നേരെ അവിടെ തന്നെ പോകുന്നു. നമ്മളെ നാട്ടിലത്തെ ചെറുക്കന്മാരൊക്കെ കൂടിയിട്ട് ഒരു സൂപ്പർ ലീഗ് നടത്തുന്നുണ്ട്. അത് കാണാൻ പോകുന്നു. അവിടെ വന്നപ്പോഴാണെങ്കിൽ നമ്മളെ കുഞ്ഞുട്ടി ബ്ലോഗറും ഉണ്ട്. അങ്ങനെ അവിടുത്തെ ഫൈനലും കണ്ടിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ ആയിട്ട് നേരെ പെരീക്ക് പോന്നു. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി പിന്നെ